ഇപ്രാവശ്യം അടുത്തു വരാനോ അകത്തേക്ക് കടക്കുവാനോ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരായി എടുത്തെറിഞ്ഞു കളയും. കാണട്ടെ ആരെയാണ് എറിയുന്നതെന്ന്. ഈ പ്രാവശ്യവും നീ ഞങ്ങൾ ദേവി പാർവതിയുടെ അടുത്ത് പോകുന്നത് തടഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. കൈലാസത്തിൽ ചില വിചിത്ര ലീലകൾ നടക്കുന്നു. ഭഗവാൻ ശിവൻ മൗനത്തിലുമാണ്. ദേവർഷി, എന്റെ അഭിപ്രായം നാം ഉടനെ കൈലാസത്തിൽ ചെന്ന് സ്ഥിതിഗതികൾ മനസ്സിലാക്കണമെന്നാണ്. ശരി ദേവരാജ, പോകാൻ നമുക്ക് പരമേശ്വരനോട് ചോദിക്കാം എന്താണ് നടക്കുന്നതെന്ന്. ഇതെന്തിനെന്നും. നാരായണ നാരായണ. കൈലാസപതി ദേവാദിദേവൻ ഭഗവാൻ ശിവശങ്കരൻ ജയിക്കട്ടെ. ഹേ വിശ്വനാഥ, കൈലാസത്തിൽ നിന്ന് അലർച്ചയും ആർത്തനാദവും മുഴങ്ങുന്നത് എന്താണ്? അങ്ങ് അത് തടയാത്തത് എന്താണ്? ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാർവതിയുടെ അറയ്ക്ക് പുറത്ത് ഒരു പുതിയ ബാലൻ ദണ്ഡുമായി നിൽക്കുന്നു. എന്നെ അകത്തു കയറാൻ അനുവദിച്ചില്ല. ഗണങ്ങളെയും ഒരു ബാലന്റെ നേർക്ക് എനിക്ക് എന്റെ ശക്തി പ്രയോഗിക്കാനാകുമോ? പക്ഷേ ഈ ബാലൻ ആരാണ് പ്രഭു? അങ്ങനെ അറിയാതെ കൈലാസത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? സ്വയം മാതാവിന്റെ പുത്രനാണെന്ന് പറഞ്ഞ് അവൻ പാർവതിയുടെ അറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവൻ മാറിയാലല്ലേ നമുക്ക് അകത്തുപോയി പാർവതിയോട് ചോദിക്കാനാകൂ നിന്റെ ഈ പുത്രൻ എവിടെ നിന്ന് വന്നെന്ന്. ഹേ വിശ്വനാഥ, അവിടുത്തെ ലീലകൾ അപാരം തന്നെ. ദേവി പാർവതിയുടെ പുത്രൻ ആണെങ്കിൽ അവൻ അങ്ങയുടെയും പുത്രനാകും. അങ്ങ് ദേവി പാർവതിയോട് ചോദിക്കും. പക്ഷെ ഞങ്ങൾ ആരോട് ചോദിക്കും? വിശ്വനാഥ, ആ ദുഷ്ടബാലനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ. അവൻ തട്ടുകൊണ്ടടിച്ച് ഞങ്ങൾ അവശരാക്കി. ഇനി ഒരിക്കലും അവിടെ പോയാൽ ജീവനോട് തിരിച്ചു വരില്ല. ശാന്തനാകൂ നന്ദ്യ മഹാരാജൻ, ശാന്തനാകൂ. ഭഗവാൻ വിശ്വനാഥൻ തീർച്ചയായും ഒരു ഉപായം കണ്ടെത്തും. ഞാൻ എന്തുപായം കാണാനാ? ആ ബാലന്റെ ദുശാഠ്യവും ധാർഷ്ട്യത്തിനുമെതിരായി ഞാൻ കോപിച്ചാൽ എല്ലാം അനർത്ഥമാകും. താങ്കൾ ഉചിത സമയത്ത് വന്നു. അതിനാൽ ആ ബാലന്റെയും ഗണങ്ങളുടെയും രക്ഷയ്ക്കായി ശ്രീഹരി വിഷ്ണുവിനെയോ ബ്രഹ്മദേവനെയോ സമീപിക്കണം. അവരോട് പ്രാർത്ഥിക്കണം കൈലാസത്തിൽ വന്ന് ആ ബാലനെ സ്നേഹം കൊണ്ട് വശപ്പെടുത്താൻ. അത് ഉചിതം തന്നെ. ഞങ്ങൾ ഉടനെ അവിടേക്ക് പോകുന്നു ദേവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ദേവി സരസ്വതിക്ക് പ്രണാമം. പരംപിതാ ബ്രഹ്മദേവന് പ്രണാമം. ദേവരാജൻ ഇന്ദ്രനും ഒപ്പം ദേവർഷി നാരദനും മറ്റു ദേവഗണങ്ങളും കൂടി ഉണ്ടല്ലോ. അതായത് പ്രശ്നം ഗംഭീരമാണ്. അതേ പരംപിതാവേ, സമസ്യ അത്യധികം ഗംഭീരമാണ്. തന്റെ സംഗീതമയമായ വാക്കുകളിൽ സമസ്യ അവതരിപ്പിക്കാനും ആ സമസ്യയ്ക്ക് ഒരു ഉത്തരം കണ്ടെത്തുവാനും നാരദൻ നിപുണനാണ്. അതിനാൽ നാരദ, പറയൂ സമസ്യ എന്തെന്ന്. പരംപിതാവേ, കൈലാസത്തിൽ ഉദ്ദണ്ഡനായ ഒരു ബാലൻ ദണ്ഡുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ ശിവഗണങ്ങളെ ദണ്ഡിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ഭഗവാൻ ശിവനെയോ ശിവഗണങ്ങളെയോ അടുക്കാൻ അനുവദിക്കുന്നില്ല. ദണ്ഡ് ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്നു. കൈലാസത്തിൽ ശിവലീലയ്ക്ക് ഇരിപ്പിടമായ സ്ഥലത്ത് ആ ബാലൻ കാണിക്കുന്ന ഉദ്ദണ്ഡതയും ശിവലീലയായി തന്നെ തോന്നുന്നു. പക്ഷേ ഞാൻ ഈ വിഷയം ഭഗവാൻ ശിവന്റെ മുന്നിൽ വെച്ചപ്പോൾ
ഭഗവാൻ ശിവൻ ഞങ്ങളെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു. ഇവിടേക്ക് അയക്കാൻ കാരണം? ഭഗവാൻ വിശ്വനാഥന്റെ ആജ്ഞ ഇതാണ്: ഞങ്ങൾ അങ്ങയോടും ശ്രീഹരി വിഷ്ണുവിനോടും പറയണം, നിങ്ങൾ ആ ഉദ്ദണ്ഡ ബാലനെ ഉപദേശിക്കണം, പിന്നെ വശത്താക്കണം. ഹേ പരംപിതാവേ, അങ്ങ് സർവ്വ സൃഷ്ടികളുടെയും കർത്താവാണ്. ആ ബാലന്റെ ഉൽപ്പത്തിയുടെ രഹസ്യം അങ്ങയെപ്പോലെ മറ്റാരാണ് അറിയുക? അവൻ അവിചാരിതമായി കൈലാസത്തിൽ വരിക, സദാശിവൻ അവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അജ്ഞനായിരിക്കുക, ഇവയെല്ലാം ഈ രഹസ്യത്തിന്റെ ആഴം കൂട്ടുന്നു ബ്രഹ്മദേവ. സത്യം ഇതാണ്. ലോകമംഗളത്തിന് വേണ്ടി രചിക്കപ്പെട്ട ശിവലീലയാണിത്. ശിവലീല? നാരായണ നാരായണ, അതായത് നമ്മുടെ അനുമാനം സത്യം തന്നെ. ഈ ഒരു ലീല കൊണ്ട് തന്നെ സമസ്ത ലോകരും ചകിതരാകും. ശിവലീല മൂലം ഈ ലോകത്തിന് മംഗളം വരും, അത് നല്ലതു തന്നെ. പക്ഷേ ഉദ്ദണ്ഡനായ ബാലകന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യുക? ഭഗവാൻ സദാശിവൻ നിങ്ങളെ ആ ബാലനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞ് എന്റെയും വിഷ്ണുവിന്റെയും അടുത്തയച്ചല്ലോ. ഇനി അത് തന്നെ ചെയ്യുക. നിങ്ങളെല്ലാം കൈലാസത്തിലെത്തണം. ഞാൻ ശ്രീഹരി വിഷ്ണുവിനെ വിഷ്ണുലോകത്തിൽ നിന്ന് വിളിച്ച കൈലാസത്തിലെത്താം. അവിടെ എത്തിയാൽ ആ ബാലനെ ഉപദേശിക്കാൻ ശ്രമിക്കാം. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം ബ്രഹ്മദേവ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. പ്രണാമം സ്വീകരിച്ചാലും പരംപിതാവേ. ശ്രീഹരി വിഷ്ണു അവിടുന്ന്. മംഗളം ഭവ. ചന്ദ്രദേവൻ, താങ്കൾ ഇവിടെ? അതെ പരംപിതാവേ, പ്രഭു വിശ്വനാഥന്റെ ദർശനത്തിനായി വന്നു. പക്ഷെ തോന്നുന്നത് ഇവിടുത്തെ അന്തരീക്ഷം തന്നെ മോശമാണെന്നാണ്. ആ, ഞാൻ വരുമ്പോൾ ഭവനത്തിന് പുറത്ത് കണ്ടു ചില ശിവഗണങ്ങൾ വീണ് കിടക്കുന്നതായി. ഇതെന്ത് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? വരൂ, നമുക്ക് ദേവേശ്വരനോട് ആരായാം. അദ്ദേഹത്തിന് ഉത്തരം നൽകാനാകൂ. വരൂ. ഓം നമോ ഭഗവതേ രുദ്രായ. മഹേശ്വര, എവിടെ അഹംഭാവി ബാലൻ? പാർവതിയുടെ അറയുടെ പുറത്തു നിൽക്കുന്നു. നിങ്ങൾ ദേവഗണങ്ങൾ ആ ഉദ്ദണ്ഡബാലനെ വശപ്പെടുത്തി കൈലാസത്തിൽ ശാന്തി സ്ഥാപിക്കണം. ആശ്ചര്യമായിരിക്കുന്നല്ലോ. കൈലാസത്തിൽ അശാന്തിയോ? കുമാര, വലിയ ആശ്ചര്യത്തിന്റെ വിഷയം ഇതാണ്: ഭഗവാൻ വിശ്വനാഥന്റെ സാന്നിധ്യത്തിലും ഈ അശാന്തി ഉണ്ടാവുന്നു. ശ്രീഹരി വിഷ്ണു, നമുക്കവിടെ പോയി നോക്കണം. ഹാ, നമുക്ക് നോക്കാം. ഏതാണ് ഈ ബാലൻ? ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നവൻ. വരൂ. എന്റെ മാതാവിന്റെ അറയുടെ നേർക്കടുക്കുവാൻ ആരും തന്നെ ശ്രമിക്കരുത്. അതാണ് എല്ലാവർക്കും നല്ലത്. ഞങ്ങൾ അറയിൽ പ്രവേശിക്കാൻ വന്നവരല്ല. പിന്നെ ഇവിടെ എന്തിനു വന്നു? എനിക്ക് ദർശനം നൽകാനോ അതോ എന്നെ ദർശിക്കുവാനോ? ഞങ്ങൾ നിന്നെ ദർശിച്ചു കഴിഞ്ഞോ? ഇനി നിന്നെ ഉപദേശിക്കുന്ന കാര്യമാണ് ബാക്കി. എന്നെ ഉപദേശിക്കാൻ വന്നതാണോ? അതായത് ഞാൻ അറിവില്ലാത്തവനാണെന്ന് കരുതിയോ? അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് എന്തിനു വരണം? ഞങ്ങൾ പറയാൻ വന്നത് ഇതാണ്. നീ ക്ഷമിക്കണം പൂജനീയരെ, അറിയേണ്ട ആവശ്യം എനിക്ക് ഒട്ടും തന്നെ ഇല്ല. അത് നിങ്ങൾക്കാണ്. ഉചിതം ഇതാണ്: നിങ്ങൾ ഇവിടെ നിന്നും തിരിച്ചു പോകണം. എന്തിനു പോകണം? ഞങ്ങൾ ജോലി പൂർത്തിയാകാതെ തിരിച്ചു പോകില്ല. നിന്നെ ഇവിടെ നിന്ന് മാറ്റിയേ പോകൂ. ദേവന്മാരെ, മാറ്റി നിർത്തൂ ഈ ബാലനെ. എന്ത്? നാം സ്വയം നിന്നെ മാറ്റുന്നുണ്ട്. ഞാൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനാണ്. എന്റെ വാക്കു മാനിച്ച് ഈ സ്ഥലത്തു നിന്ന് മാറിക്കോ. ഇല്ലെങ്കിൽ എന്താണ്? ഞാൻ ജഗത്പാലകൻ ശ്രീഹരി വിഷ്ണു നിന്നോട് അപേക്ഷിക്കുകയാണ്. വഴിയിൽ നിന്ന് മാറുക.
എന്റെ മാതാവിന്റെ ആജ്ഞ അനുസരിച്ച് അതസംഭവ്യമാണ്. ഇല്ല. ധന്യനാണ് നീ ബാല. നിന്റെ ഈ സാഹസം, നിന്റെ ഈ ബലം ധന്യമാണ്. ഈ വിനാശലീലയ്ക്ക് അന്ത്യം വരുത്തണേ മഹാദേവ. ഗണേശ, എന്റെ പുത്ര, എന്തു പറ്റി ഭഗവാൻ? ആരാണ് ചെയ്തത് ഈ ദുഷ്കർമ്മം? ഉത്തരം പറയൂ. എന്ത് അപരാധമാണ് ഈ ബാലൻ ചെയ്തത്? ഉത്തരം പറയൂ. മാതാവിന്റെ ആജ്ഞ പാലിക്കുന്നത് എന്താ? പുത്രധർമ്മമല്ലേ? ഉത്തരം പറയൂ. നിങ്ങളുടെ എല്ലാം മൗനം സർവനാശത്തിന് കാരണമാകും. ഞാൻ മഹാപ്രളയം അഴിച്ചുവിടും. ഞാൻ എന്റെ പുത്രന്റെ വിരോധികൾക്ക് സർവനാശം വരുത്തും. ഐം ഹ്രീം